എടി നിന്റെ പണി ഇതിനെ തീർന്നിട്ടേ എനിക്ക് ട്രെയിനിന്റെ സമയം. നീ ഒന്ന് ചായ എടുത്ത് വെച്ചാൽ. സമ്മേളനല്ലേ, എല്ലാ വീട്ടിലും പതാക ഉയർത്തേണ്ടത് പാർട്ടിയുടെ തീരുമാനമാണ്. എന്തെന്നത്? ബറാത്തിന്റെ പായസ കാടി കടലിട്ടല്ലേ നല്ല രസമുണ്ടാവും. പേപ്പറിലെ വിഷയല്ലേ, നിങ്ങൾ എല്ലാരും വരണട്ടാ. അതിന് മുന്നേ പെരുന്നാളല്ലേ, നിനക്ക് നല്ല ബിരിയാണി തരാം. എന്ത് ബിരിയാണി എടുത്താ? ബീഫ് ബിരിയാണി അല്ലേ? നിനക്ക് ബീഫ് ബിരിയാണി ഇഷ്ടല്ലേ? ബീഫ് ബിരിയാണി തരാം. കാടി അച്ഛനും അമ്മക്കും കൊടുക്കണം. അച്ഛൻ ഡൽഹി ഗുജറാത്ത് കറങ്ങാൻ പോയിനി, പെരുന്നാളിന് മുമ്പേ എത്തും. നിങ്ങളെ ബാപ്പയോ? ബാപ്പ പെരുന്നാൾക്ക് മുമ്പേ വരും. നിനക്ക് നല്ല കുപ്പായം കൊണ്ടുവരാൻ പറഞ്ഞിനി. ഇത്താക്ക് നല്ല കുപ്പായം വാങ്ങാൻ അച്ഛനോട് പറയാം. എന്നാ നമുക്ക് വിഷുവും പെരുന്നാളെല്ലാം അടിച്ചു പൊളിക്കാം. കുഞ്ഞൂട്ടാ, അപ്പുറത്തെ ഇത്താന്റെ വർക്കുന്ന പായസം കൊണ്ടുവന്നിനി. അതെയാ? ഇത്താക്ക് കുപ്പായം വാങ്ങാൻ ഞാൻ പറഞ്ഞിട്ടേ മേടിച്ചിനാ. വാങ്ങിനു മോനെ. വിഷുവിന് നല്ല സദ്യ കൊടുക്കണ അച്ഛാ. കൊടുക്കാം മോനെ, നല്ല സദ്യ തന്നെ കൊടുക്കാം മോനെ. നമ്മുടെ കേരളം എത്ര മനോഹരാണ്. മതങ്ങളുടെ ഈ കൂടിച്ചേരല് വേറെ ഏത് സംസ്ഥാനത്തുണ്ടാ? അച്ഛാ, ഞാൻ നല്ല ബീഫ് ബിരിയാണിയാന്ന് ഇത്തേനോട് പറഞ്ഞത്. എനക്കും അതന്നെ വേണ്ടേ, ബീഫ് ബിരിയാണി. അച്ഛൻ പോയ സംസ്ഥാനത്തെല്ലാം ബീഫ് നോക്കിയാൽ തന്നെ കുറ്റാന്ന്. മറ്റുള്ള സംസ്ഥാനത്തെ അപേക്ഷിച്ചിട്ട് നമ്മുടെ കേരളം എത്ര നല്ലത്. ഈ കേരളത്തിൽ ജനിച്ചത് തന്നെ നമ്മ പുണ്യം ചെയ്തതുകൊണ്ടാണ്. എനിക്കറിയോ, യു പിയിലൊക്കെ ജനങ്ങളെ മതം കൊണ്ട് വേർതിരിച്ചിട്ടാ ഉള്ളത്. അത് മുസ്ലിം ഏരിയ, ഇത് ക്രിസ്ത്യാനി ഏരിയ, അത് ഹിന്ദു ഏരിയ. പക്ഷേ നമ്മുടെ കേരളത്തില് നമ്മളെല്ലാം ഒന്നാണ്. ഇതിനെല്ലാം കാരണം നമ്മുടെ ഈ പ്രസ്ഥാനമാണ്.